നിങ്ങളെ കൊടുങ്ങല്ലൂർ അന്വേഷിച്ച് വരുമ്പോ നിങ്ങളെ കിട്ടൂല. നിങ്ങൾ അന്വേഷിച്ച് വന്നു. കമന്റുകളായിട്ടും നേരിട്ടായിട്ടും ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് സ്വന്തം സ്ഥലത്തെ പമ്പിൽ എന്തുകൊണ്ട് നീ ചെയ്യണില്ലാന്നതേ. ചേരമാൻ HP നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പെട്രോൾ അടിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഏതായാലും നമുക്ക് നോക്കാം. ബ്രോ 30 സെക്കൻഡ് സമയമുണ്ട്. എത്ര വേണേലും പോയി പെട്രോൾ അടിക്കാൻ പറ്റും. ഓക്കെ ആണോ? നിങ്ങളെ കൊടുങ്ങല്ലൂർ അന്വേഷിച്ച് വരുമ്പോ നിങ്ങളെ കിട്ടൂല. നിങ്ങൾ അന്വേഷിച്ച് വന്നു. സ്റ്റാർട്ട് ചെയ്തോട്ടെ. എടാ പെട്ടെന്ന് ഫുൾ ആയിക്കോ. ഓക്കെ 20 സെക്കൻഡ് ആയിട്ടാ. പെട്ടെന്നായിക്കോട്ടെ. സ്റ്റോപ്പ് ചെയ്തോട്ടാ. ഫുള്ളായ നിർത്തിക്കോട്ടെ. സ്റ്റോപ്പ് ചെയ്തു. എത്രയായി? 1250. 10 ലിറ്റർ ഫുള്ളാക്കിയിരുന്ന ഫുള്ളായിട്ടില്ല. പക്ഷെ എന്നാലും എടുത്തെത്തി. 10 ലിറ്ററായി. ഹാപ്പിയായി. ഇനിയിപ്പോ ഒരു കാര്യം കൊണ്ടുണ്ട്. നമ്മുടെ ഒരു 3 പേജ് ഉണ്ട്. ആ 3 പേജ് ഫോളോ ചെയ്താ ഈ എമൗണ്ടിന്റെ ഡബിള് ഇല്ലെങ്കിൽ ആ ഡബിൾ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മാസം പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ബ്രോഡ് വകയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഓക്കെ ചെയ്തിട്ടുണ്ട്. 2 അക്കൗണ്ടും കൂടെ ചെയ്തിട്ടുണ്ട്. 3 അക്കൗണ്ടും ചെയ്തിട്ടുണ്ട്. എന്ത് വേണം? അവിടെ ഒരു കൊടുക്കുക. ഹാപ്പി അല്ലേ? ഏതായാലും വീഡിയോയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ശരി. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ടിന് പെട്രോൾ ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചെയർമാൻ HP എന്നാണ്. പിന്നെ ആളുടെ പേര് റിസ്വാൻ എന്നാണ്. അപ്പൊ റിസ്വാൻ നമ്മുടെ 3 അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആൾ ചൂസ് ചെയ്തത് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള പാവപ്പെട്ടവർക്ക് ഫുഡ് ഡൊണേറ്റ് ചെയ്തോളാനാണ്. അപ്പൊ നമ്മൾ ഏതായാലും അടുത്ത വട്ടം ഫുഡ് ഡൊണേറ്റ് ചെയ്യുന്നത് റിസ്വാന്റെ പേരിലായിരിക്കും. അപ്പൊ ആരും മറക്കണ്ട, നമ്മുടെ 3 അക്കൗണ്ടും എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അടുത്തത് ഏത് പമ്പിൽ വരണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഈ 30 സെക്കൻഡ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വരുന്നവർ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് ഹെൽമെറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുക. അതേപോലെ തന്നെ പമ്പിലോട്ട് വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് എല്ലാവർക്കും അടുത്ത പമ്പിൽ വെച്ച് കാണാം.